ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേ. ഈ അന്തം പറയുന്നത് ഇമാതിരി ഡയലോഗാണ്. അതായത് ഇന്ത്യ ഹിന്ദി ഭൂമിയുമാകില്ല, ഇന്ത്യ ഹിന്ദു ഭൂമിയുമാകില്ല എന്നാണ് ഈ അന്തം പറയുന്നത്. ഈ അന്തത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ നാട് തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഈ പൊട്ടനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇവൻ്റെ വിചാരം ഇവിടെ സംഘികളും RSSകാരും കൂടി ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ലാന്നും ഈ പൊട്ടനോട് ആദ്യം ആരെങ്കിലും പോയി പറഞ്ഞു കൊടുക്കും. അന്തങ്ങൾ, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവന് ഈ നരേന്ദ്രമോദിയോടുള്ള അടങ്ങാത്ത എന്താ അതിനെ ഇവനുള്ള വെറുപ്പാണോ അതോ ഇവനെ കൊണ്ട് എന്ത് ചെയ്തിട്ടും അങ്ങേരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നടക്കാത്തതിലുള്ള ഫ്രസ്ട്രേഷനാണോ എന്നൊന്നും അറിയില്ല. എന്ത് പറഞ്ഞാലും ഇവന് ഇതുപോലുള്ള കാര്യങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. അത് ഞാൻ തുടരട്ടെ, കാരണം ഇവൻ്റെയൊക്കെ ജീവിതം ഇത് പറഞ്ഞുകൊണ്ട് അവസാനിക്കാനുള്ളതാണ്. പിന്നെ ചേട്ടനൊരു കാര്യമുണ്ട്, ചേട്ടൻ നിരീശ്വരവാദിയാണ്. പക്ഷേ ചേട്ടൻ്റെ ഭാര്യ വിശ്വാസിയാണ്. അതുകൊണ്ട് ഭാര്യയ്ക്കൊപ്പം ഹോമത്തിലും പൂജകളിലൊക്കെ പങ്കെടുക്കാൻ ചേട്ടൻ സമയം കണ്ടെത്താറുണ്ട്. കഴിഞ്ഞ ദിവസവും അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. എന്നാലും താൻ അവസരം കിട്ടുമ്പോൾ ഹിന്ദു രാഷ്ട്രമാക്കില്ല, ഇത് ഹിന്ദു രാജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അടിയോടടിയാണ്. എന്തായാലും ചേട്ടനെ മെഴുകൽ അങ്ങോട്ട് നടന്നോട്ടെ. ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇപ്പോഴും ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. ഇത് ഇനി ഹിന്ദു രാഷ്ട്രം പ്രത്യേകിച്ച് ആക്കി മാറ്റേണ്ടതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. അത് അന്തങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ചേട്ടൻ, സ്മൂത്തായിട്ടപ്പോൾ ഇങ്ങനത്തെ ഡയലോഗ് അടിച്ച് വാ, നമ്മളിവിടെ തന്നെ കാണാം. ഓക്കെ.